ഡോക്ടേഴ്സ് ഉൾപ്പെടെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ പരിശോധിക്കുന്നതിന് ദേശീയ ദൗത്യ സംഘത്തെ നിയോഗിച്ച് സുപ്രീം കോടതി. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ ബംഗാൾ സർക്കാരിനെ കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. കൊലപാതകത്തിലെ അന്വേഷണത്തിന് തൽസ്ഥിതി വിവരങ്ങൾ വ്യാഴാഴ്ച അറിയിക്കാൻ CBIക്ക് കോടതി നിർദ്ദേശം നൽകി. ആർജിക്കർ ആശുപത്രിയിലെ വനിതാ ഡോക്ടർക്ക് കൊലപാതക ശേഷവും സ്വാഭാവിക നീതി ലഭിച്ചില്ലെന്നായിരുന്നു ആമുഖമായി സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് 8:45 ഭൗതിക ശരീരം കൈമാറിയെങ്കിലും FIR രജിസ്റ്റർ ചെയ്യാൻ 11:45 വരെ വൈകിയെന്നത് അവിശ്വസനീയമാണ്. സംഭവം ആത്മഹത്യയാണെന്ന പ്രിൻസിപ്പലിന്റെ അനുചിത പ്രസ്താവന മുൻവിധിയാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ ആശുപത്രി ആക്രമം തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമം കൂടിയാകാം. അന്വേഷണം ആരംഭിച്ച CBI തൽസ്ഥിതി അന്വേഷണ റിപ്പോർട്ട് വ്യാഴാഴ്ച സമർപ്പിക്കാനും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടു. ബംഗാളിലും ബീഹാറിലും ഹൈദരാബാദിലും ഡോക്ടർമാർക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ്. ഇക്കാര്യത്തിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടത്തിയ നിയമനിർമ്മാണം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമത്തിനെതിരെ നടപടിയെടുക്കാൻ മറ്റൊരു ബലാത്സംഗം വരെ കാത്തിരിക്കാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞു. ആരോഗ്യ പ്രവർത്തകർ അനുഭവിക്കുന്ന സുരക്ഷാ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ സുപ്രീം കോടതി ദേശീയ ദൗത്യ സംഘത്തെ പ്രഖ്യാപിച്ചു. 9 അംഗങ്ങൾക്ക് പുറമെ ക്യാബിനറ്റ്, ആഭ്യന്തര, ആരോഗ്യ സെക്രട്ടറിമാരും ദേശീയ മെഡിക്കൽ കമ്മീഷൻ, നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ അധ്യക്ഷനും അടക്കം എക്സ് ഒഫിഷ്യോ അംഗങ്ങളായി ഉൾപ്പെടുത്തിയാണ് സമിതി. സമാധാനപരമായി പ്രതിഷേധിക്കുന്നവരുടെ മേൽ ബംഗാൾ സർക്കാരിന്റെ അധികാരം അഴിച്ചുവിടരുതെന്നും കോടതി പറഞ്ഞു. We are still waiting for the court order regarding where the central forces will be deployed and how long will they stay and what is their role in the security and safety of doctors on duty. So we are yet to know about all of that. So till that we cannot say that we will stop our protest and continue work. സ്വമേധയാ എടുത്ത കേസ് പരിഗണിച്ച സുപ്രീം കോടതി വിവിധ സംഘടനകൾ സമർപ്പിച്ച കക്ഷി ചേരൽ അപേക്ഷകളിലും ആമുഖവാദം കേട്ടു. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി.